ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PK ലേണിങ്സ്. അപ്പോൾ നമ്മുടെ PK SCRT ക്ലാസ്സിലെ ഫിസിക്സ് SCRT ക്ലാസ്സിലെ അടുത്ത പോർഷനാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് നോക്കുന്ന പോർഷനാണ് ഗുരുത്വാകർഷണം, ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. SCRT പോയിന്റ്സ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എല്ലാ വസ്തുക്കളെയും എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി ആകർഷിക്കുന്നുണ്ട്. ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെല്ലാവരെയും, നമ്മൾ ഓരോ വസ്തുവിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി ആകർഷിക്കുന്നുണ്ട്. എങ്ങോട്ടാണ് ആകർഷിക്കുന്നത്? ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ആകർഷിക്കുന്നത്. ഇപ്പം ഇതൊരു ഭൂമിയാണ്, ജിയോയിഡ് ഷേപ്പാണ് നമുക്കറിയാം അല്ലേ? ഭൂമിയുടെ സെൻറ്റർ ഉണ്ടല്ലോ, ഈ ഒരു സെൻറ്ററിലേക്കാണ് എന്ത് ചെയ്യുന്നത്? എല്ലാവരെയും ആകർഷിക്കുന്നത്. നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ, എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നത്? ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് എന്ത് ചെയ്യാണ്? ആകർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രപഞ്ചത്തിലെ പിണ്ഡമുള്ള ഏതൊരു വസ്തുവിനും മറ്റൊരു വസ്തുവിനെ ആകർഷിക്കുന്നു. അപ്പോൾ പിണ്ഡമുള്ളതെന്ന് പറഞ്ഞാൽ മാസ് അല്ലേ? അപ്പോൾ ഏതൊരു മാസമുള്ള വസ്തുവും എന്ത് ചെയ്യുന്നുണ്ട്? ആകർഷിക്കുന്നുണ്ട്. ഈ ആകർഷണ ബലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആകർഷിക്കുന്ന ബലത്തെ നമ്മൾ എന്തെന്ന് പറയും? ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയും. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ അടിസ്ഥാന ബലം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് കൂട്ടി ഇടിക്കാത്തത്? ഇപ്പം ഞാനും ഈ ഒരു ഇവിടെയുള്ള എല്ലാ വസ്തുക്കളുമായിട്ട് ഒരു ആകർഷണമുണ്ട്. ഈ ആകർഷണം കഴിഞ്ഞാൽ ഞാൻ അവിടെയൊക്കെ പോയി ഇടിച്ച് നിൽക്കേണ്ടതല്ലേ, എനിക്ക് അനങ്ങാൻ പറ്റാതെ നിൽക്കണം. പക്ഷെ അങ്ങനെ ആകുന്നില്ല. എന്തുകൊണ്ടാണ്? പ്രകൃതിയിലെ തന്നെ ഏറ്റവും ദുർബലമായിട്ടുള്ള ഒരു ബലമാണ്, ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സാണ്. നമ്മൾ ആ ഒരു ഫോഴ്സിൻ്റെ ഒരു ഇത് പഠിക്കുന്ന സമയത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ഏറ്റവും വീക്കായിട്ടുള്ള ഫോഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ദുർബല ബലമായതുകൊണ്ട് ഇത്തരത്തിലുള്ള ആകർഷണമൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ പിണ്ഡമുള്ള ഏത് വസ്തുവിൽ എന്ത് ചെയ്യും? പരസ്പരം ആകർഷിച്ചുകൊണ്ടേ ഇരിക്കും. ഇപ്പോൾ പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ അടിസ്ഥാന ബലമാണ് ഏതെന്ന് പറയുന്നത്? ഭൂഗുരുത്വാകർഷണ ബലം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന കുറച്ച് സന്ദർഭങ്ങൾ നമുക്ക് നോക്കാം. ഞെട്ടിട്ട് മാമ്പഴം താഴേക്ക് പതിക്കുന്നു അല്ലേ? ഈ മാമ്പഴം താഴേക്കാണ് വീഴുന്നത്. എന്തുകൊണ്ടാണ് അത് മുകളിലേക്ക് പോകാത്തത്? കാരണം ഭൂഗുരുത്വാകർഷണം കാരണം ആണ് അല്ലേ? താഴേക്ക് നമ്മൾ ന്യൂട്ടന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുമ്പ് പഠിച്ചാൽ നമുക്കറിയാം. ആപ്പിൾ തലയിൽ വന്ന് വീണപ്പോൾ ന്യൂട്ടൻ അല്ലേ എന്തുകൊണ്ട് അത് മുകളിലേക്ക് പോകാത്തതെന്ന് ചിന്തിക്കുകയും അതുപോലെ ഗുരുത്വാകർഷണത്തിനെ പറ്റിയിട്ട് പഠിക്കുകയും അതിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഏതൊരു വസ്തുവും നമ്മൾ മുകളിൽ നിന്ന് താഴേക്കിട്ടാൽ താഴേക്ക് തന്നെ വരുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിൽ ഈ ഒരു ഗുരുത്വാകർഷണ ബലം ഉള്ളത് കൊണ്ടാണ്. കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നത്, അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഭൂഗുരുത്വാകർഷണ ബലം. മഴ താഴേക്ക് പതിക്കുന്നത്, മഴ താഴേക്കാണോ മുകളിലേക്കാണോ പോകുന്നത്? മുകളിൽ നിന്നുള്ള മഴ താഴേക്കാണ് വരുന്നത് അല്ലേ? അതുപോലെ മുകളിലേക്ക് എറിയുന്ന കല്ല് താഴേക്ക് പതിക്കുന്നു. അത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ആക്സിലറേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു സ്പീഡ് കുറയുന്ന അനുസരിച്ച് അത് തിരിച്ച് ഒരു സ്പീഡ് കഴിയുമ്പോൾ താഴേക്ക് തന്നെ വരും. വീണ്ടും മുകളിലേക്ക് എന്ത് ചെയ്യുന്നില്ല, പൊങ്ങിയൊന്നും പോകുന്നില്ല. ആ ഒരു ബലം കാരണമാണ് എന്ത് ചെയ്യുന്നത്? താഴേക്ക് വരുന്നത്. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ബലം, ഭൂമിയും ചന്ദ്രനെയൊക്കെ അവിടെ പിടിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? നിർത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ആ ഒരു ആകർഷണ ബലം, അതാണ് ഇത് ഭൂഗുരുത്വാകർഷണ ബലം. ഇത് കുറച്ച് സന്ദർഭങ്ങളാണ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കേണ്ടത് സാർവത്രിക ഭൂഗുരുത്വാകർഷണ നിയമത്തിനെ കുറിച്ചാണ്. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനെ കുറിച്ചാണ് അറിയാനുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ന്യൂട്ടൻ അതിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു നിയമം ആവിഷ്കരിച്ചു. അപ്പോൾ ഐസക് ന്യൂട്ടനാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സാർവത്രിക ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിക്കുന്നത് അല്ലേ? പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു എന്ന് എന്ത് ചെയ്തു? അദ്ദേഹം വാദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ നിയമം എന്ന് പറയുന്നത്, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന്, മാസുകൾ ഇപ്പം രണ്ട് വസ്തുക്കൾ കാണും. രണ്ട് വസ്തുക്കൾ ഒരെണ്ണം M1 എന്നിരിക്കട്ടെ, മറ്റൊന്ന് M2 എന്നിരിക്കട്ടെ. അങ്ങനെ രണ്ട് വസ്തുക്കൾക്ക് രണ്ട് മാസുണ്ട്. ഈ മാസുകളുടെ ഗുണനഫലം, അതായത് M1 × M2 എന്ന് പറയുന്നത് എന്താണ്? M1 × M2 നേരനുപാതത്തിലും അതുപോലെ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വസ്തുക്കളും ഒരു സ്പെസിഫിക് ഒരു എത്ര ഡിസ്റ്റൻസിലായിരിക്കുമല്ലോ ഇരിക്കുന്നത്, അതിനെന്തായിരിക്കും? അതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എങ്ങനെയായിരിക്കും? വിപരീത അനുപാതത്തിലായിരിക്കും. അവിടെ അനുഭവപ്പെടുന്ന ആകർഷണ ബലം. ഈ ആകർഷണ ബലമാണ് രണ്ട് വസ്തുക്കളുടെ പിണ്ഡത്തിന്റെ ഗുണനഫലത്തിനും അതുപോലെ നമ്മുടെ വർഗത്തിന്, വർഗത്തെന്ന് പറയുമ്പോൾ 6 ആയിട്ട് എടുക്കുന്നെങ്കിൽ R² എന്ന് പറയുന്നതിന് വിപരീത അനുപാതത്തിലും ആയിരിക്കും. ക്ലിയർ ആക്കി തരാം. നോക്കിക്കേ, ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ട് വസ്തുക്കളുണ്ട്. M1 എന്നും M2 എന്നും പറഞ്ഞത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. M1 M2 എന്ന് പറയുന്ന രണ്ട് വസ്തുക്കളെ D എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്? അത് അകലം ഡിസ്റ്റൻസ്, അത് അതിൻ്റെ സെൻറ്റർ തൊട്ട് മറ്റേ സെൻറ്റർ വരെയുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്റ്റൻസും എടുത്തിട്ടുണ്ട്. M1 M2 എന്നീ മാസുകൾ രണ്ട് വസ്തുക്കൾ എന്ത് ചെയ്യുന്ന D അകലത്തിൽ ഇരിക്കുകയാണ്. നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് എഴുതാം. F എന്ന് പറയുന്നത് രണ്ടിൻ്റെയും
പിണ്ഡങ്ങളുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലാണ്. അതായത് F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M1 M2. അത് നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതി. ഇനി രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞു അത് അവ തമ്മിലുള്ള അകലം വർഗത്തിന്റെ വിപരീത അനുപാതത്തിലാണ്. അതുകൊണ്ട് F പ്രൊപ്പോർഷണൽ ടു 1/d² എന്ന് നമ്മൾ എഴുതി. ഇത് രണ്ടും കൂടെ ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടും എഫ് എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M1 M2 ഡിവൈഡഡ് ബൈ d². നമ്മളിപ്പോൾ ആറായിട്ടാണ് എടുക്കുന്നതെങ്കിൽ r², ഇവിടെ d ആയിട്ട് എടുത്തുകൊണ്ട് d² എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഗുരുത്വാകർഷണ സ്ഥിരാങ്കം ഉപയോഗിച്ച് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആയ g എന്ത് ചെയ്യാണ് ഇട്ട് കൊടുക്കണം. നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി കൊടുക്കേണ്ട ഈ ഒരു സിമ്പൽ മാറ്റി കൊടുക്കാനായിട്ട് ഈക്വൽ ടു ഇട്ട് കൊടുക്കണം. ഈക്വൽ ടു ഇട്ട് കൊടുക്കാൻ നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ കോൺസ്റ്റന്റ് ആണ് എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ G ആയ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്ന് പറയുന്നത്. ഇതിന്റെ മൂല്യം നോക്കിക്കേ, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം റൈസ് ടു 2 കിലോഗ്രാം സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് ജിയുടെ മൂല്യം. എത്രയാണ്? 6.67 × 10⁻⁻11. ഇത് ചിലപ്പോൾ 11 എന്നൊക്കെ പറഞ്ഞു തരാം. 10⁻⁻11 ആണ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. യൂണിറ്റും കൂടെ പഠിച്ചു വയ്ക്കുക ഇത്. അപ്പം ഇങ്ങനെ ഒരു ഇതിൻ്റെ ഒരു മൂല്യം ഈ രീതിയിൽ കണ്ടുപിടിച്ചത് ആരാണ്? അത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ് നമ്മുടെ കെമിസ്ട്രിയിലെ ഹൈഡ്രജൻ മൂലകമൊക്കെ കണ്ടുപിടിച്ചില്ലേ, അദ്ദേഹമാണ്. ഹെൻറി കാവൻഡിഷ് ആണ് എന്ത് ചെയ്യുന്നത്, ജിയുടെ മൂല്യം പരീക്ഷണത്തിലൂടെ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഫോർമുല ഓർത്ത് വയ്ക്കുക. എന്താണ് ഫോർമുല പറയുന്നത്? നമ്മുടെ ആകർഷണ ബലം അല്ലെ, ആകർഷണ ബലം എന്ന് പറയുന്നത് മാസുകളുടെ പിണ്ഡങ്ങളുടെ ഗുണനഫലത്തിനും അതുപോലെ അകലത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അങ്ങനെയാണ് നമ്മൾ F = G(m1 m2) ഡിവൈഡഡ് ബൈ d² എന്ന് പറയുന്ന ഫോർമുലയിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ്. നിങ്ങൾ ആ ഇക്വേഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തൊക്കെ ഘടകങ്ങളാണ് ആ ബലത്തിനെ ആശ്രയിക്കുന്നതെന്ന്. ഭൂമി വസ്തുവിൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലം അല്ലെങ്കിൽ ഭാരം, ആ ആകർഷണ ബലത്തെയാണ് നമ്മൾ ഭാരം എന്ന് പറയുന്നത്. ആ ഭാരം ഏതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? ഭാരം എന്ന് ഉദ്ദേശിക്കുന്നത് അതിനെ ഇങ്ങനെ താങ്ങി നിർത്തുകയാണ് അല്ലെ. താങ്ങി നിർത്തുന്നതുകൊണ്ട് തന്നെ അതൊരു അനുഭവപ്പെടുന്ന ബലമാണ്, നമ്മുടെ പെർപെൻഡിക്കുലർ നോർമലായിട്ട് അനുഭവപ്പെടുന്ന ഒരു ബലമാണ്. അപ്പൊ ആ ഒരു ബലം എന്തിനെയൊക്കെയാണ് അല്ലെങ്കിൽ ഭാരം എന്തിനെയൊക്കെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? ഒന്നാമത് മാസ്, M1 M2 എന്ന് പറയുമ്പോൾ അത് മാസാണ്. മാസിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. അതിന്റെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, നേർ അനുപാതം ആയതുകൊണ്ട് തന്നെ വസ്തുവിന്റെ മാസ് കൂടുമ്പോൾ ഗുരുത്വാകർഷണ ബലവും എന്ത് ചെയ്യും, കൂടും. ദൂരത്തിന്റെ കേസ് d², d എന്ന് പറഞ്ഞല്ലേ, അതെന്താണ്, വിപരീത അനുപാതമാണ്. അപ്പം ബലം കൂടുമ്പോൾ നമ്മളെ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ബലത്തിന് എന്ത് സംഭവിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വിപരീത അനുപാതം ആകുമ്പോൾ അതിൻ്റെ കുറയും അല്ലേ. അപ്പോൾ ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും, അതാണല്ലോ വിപരീത അനുപാതം. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നുള്ള ദൂരം കൂടുന്തോറും ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നുള്ള ദൂരം കൂടുന്നതിനനുസരിച്ച് ബലം എന്ത് ചെയ്യും? കുറയും അല്ലെ. ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മുടെ ബലം അനുസരിച്ച് കുറയും, വിപരീത അനുപാതം ആയതുകൊണ്ട് കുറയും. അതുകൊണ്ടാണ് ഉയരത്തിൽ പോകുന്തോറും വസ്തുക്കളുടെ ഭാരം കുറയുന്നത്. മനസ്സിലായോ എന്തുകൊണ്ടാണ് ഭാരം കുറയുന്നത്? ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ ഒരു ഭൂമി ഒരു വസ്തുവിൽ ഇങ്ങനെ പ്രയോഗിക്കുന്ന ആ ബലം ആണ് ഭാരം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ആ ഭാരമാണ് എന്ത് ചെയ്യുന്നത്, മുകളിലേക്ക് പോകുമ്പോൾ കുറയുന്നത്. കാരണം അവിടെ ബലം കുറയുകയാണ്. കാരണം d കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് മുകളിലോട്ട് പോകുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? ബലം കുറയും. ബലം കുറയുക എന്ന് പറഞ്ഞാൽ എന്ത് കുറയും? ഭാരം അതിനനുസരിച്ച് കുറയും. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചന്ദ്രനിൽ നമ്മുടെ ഭാരം എത്രയൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ പഠിക്കും. അപ്പൊ അവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പൊ ഇവിടെ മാസം ദൂരം ഈ രണ്ടുമാണ് ഭൂഗുരുത്വ ബലം സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് മാസ് ദൂരമാണെന്ന് പഠിക്കുക. പിന്നെ പഠിക്കേണ്ടത് മാസ് എന്താണ്, ബലം കൂടുമ്പോൾ അല്ലെങ്കിൽ മാസുകൾ കൂടുതലാണെങ്കിൽ ബലവും കൂടുതലായിരിക്കും, ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ബലം അനുസരിച്ച് കുറയും എന്നുള്ളത് പഠിക്കുക, ഭാരം കുറയൂ എന്നുള്ളത് പഠിക്കുക. ഇനി അടുത്തത് ഭൂഗുരുത്വ ത്വരണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മൾ പഠിക്കുന്ന സ്മോൾ ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, സ്മോൾ ജി. അപ്പോൾ ഈ ഒരു സ്മോൾ ജിയുടെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, വസ്തുവിന്റെ മാസ് എമ്മും ബലം എഫും എങ്കിൽ ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം അനുസരിച്ച് നമുക്കറിയാം F = ma ആണെന്നറിയാം അല്ലേ. നമ്മുടെ മാസ് ഉണ്ട്, എ ഉണ്ട്. അപ്പോൾ ബലം എന്താണ്? ന്യൂട്ടന്റെ രണ്ടാം ധരിച്ച് നമ്മൾ പഠിച്ചതാണ്. F = ma ആണ്. അതിൽ നിന്ന് നമുക്ക് എ എഴുതാം. F = ma ആണെങ്കിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? F/m ആയിരിക്കും. അതായത് ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് കാരണം വസ്തുക്കൾക്ക് ത്വരണം ഉണ്ടാകുന്നു. വസ്തുക്കൾ നമ്മുടെ ഭൂമി എന്ത് ചെയ്യാണ്? ഈ വസ്തുക്കളെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അങ്ങനെ ആകർഷിക്കുമ്പോൾ നമ്മുടെ എന്തുണ്ടാകും? ആ വസ്തുക്കൾക്ക് ത്വരണമുണ്ടാകും. ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്ത് വരുമ്പോൾ അതിനൊരു എന്തുണ്ടാകും? റിപ്പീറ്റ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു ത്വരണം ഉണ്ടാകും. ഇങ്ങനെ ത്വരണം ഉണ്ടാകുന്ന ഭൂമിയുടെ ഒരു
സാന്നിധ്യത്താൽ ഇത്തരത്തിലുള്ള ത്വരണം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇതിനെ എന്ത് ത്വരണം എന്ന് പറയുന്നത്? നമ്മൾ ഭൂഗുരുത്വ ത്വരണം. വെറുതെ ത്വരണം എന്ന് പറയാതെ ഭൂഗുരുത്വ ത്വരണം എന്ന് തന്നെ പറയുന്നത് ജി. അപ്പം ഭൂമിയുടെ വസ്തുക്കളിൽ ആകർഷിക്കുന്നത് മൂലം വസ്തുക്കൾക്ക് എന്ത് സംഭവിക്കുന്നു? ഒരു ത്വരണം ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള ത്വരണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ മുമ്പൊക്കെ പഠിപ്പിച്ച സമയത്ത് ജിയുടെ വാല്യൂവിന്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലേ? നമ്മൾ മുകളിലേക്ക് എറിയുമ്പോൾ ഇത് നമ്മുടെ ആ ഒരു വെലോസിറ്റി കുറയുമ്പോഴാണ് താഴേക്ക് വരുന്നത്. അപ്പൊ അതിന് ത്വരണം ഉണ്ടാവുകയാണ്. അപ്പൊ അത്തരത്തിൽ താഴേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ത്വരണമാണ് എന്ത്? ജി എന്ന് പറയുന്നത്. നമ്മൾ സാധാ വണ്ടി ഒട്ടിച്ച് പോകുമ്പോൾ ഉള്ള ത്വരണം, ആക്സലറേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് എ എന്ന് പറയുന്ന ഇത് വെച്ച് നമ്മൾ പറയും. ഭൂമിയുടെ ആകർഷണത്താൽ സംഭവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ ജി കൊണ്ട് റെപ്രസെന്റ് ചെയ്ത് ഭൂഗുരുത്വ ത്വരണം എന്ന് നമ്മൾ പറയുന്ന സ്മോൾ ലെറ്റർ ജി കൊണ്ടാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ വാല്യൂ നമുക്കറിയാം 9.8. ജിയുടെ വാല്യൂ നമ്മൾ ന്യൂട്ടന്റെ ഇക്വേഷൻസ് ഒക്കെ ഇട്ട സമയത്ത് ജിയുടെ വാല്യൂ 9.8 ഇട്ട് നമ്മൾ ചെയ്തതാണ്. ഇത് ധ്രുവ പ്രദേശങ്ങളിലാണ്. ഓക്കെ, ധ്രുവ പ്രദേശങ്ങളിലാണ് ജിയുടെ വാല്യൂ കൂടുതൽ. ജിയുടെ വാല്യൂ കൂടുതൽ എവിടെയാണ്? ധ്രുവ പ്രദേശങ്ങളിലാണ് ജിയുടെ വാല്യൂ കൂടുതലുള്ളത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് അത് കുറവാണ്, 9.7 ഉള്ളൂ. അപ്പൊ നമ്മൾ ധ്രുവ പ്രദേശങ്ങളിലെ വെച്ചിട്ടാണ് നമ്മൾ കണക്കുകൾ ചെയ്യുന്നത്. എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞാൽ 9.83 മീറ്റർ പെർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഭൂമധ്യരേഖാ പ്രദേശത്ത് നമ്മുടെ SCRT ഉള്ളതാണ് 9.78 മീറ്റർ പെർ സ്ക്വയർ ആണ് ഏതെന്ന് പറയുന്നത്? ഭൂമധ്യരേഖാ പ്രദേശത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എഴുതിയാൽ A = F/m. അതായത് നമുക്കറിയാം ആക്സിലറേഷൻ കൂടുന്നതിനനുസരിച്ച് ഫോഴ്സ് അതിനനുസരിച്ച് കൂടും, അല്ലെങ്കിൽ ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് എന്തും കൂടും, ആക്സിലറേഷൻ കൂടും എന്നുള്ളത് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്താണ് വ്യക്തമാണ്. അത് ത്വരണം കൂടുന്നതിനനുസരിച്ച് ബലം കൂടും, ബലം കൂടുന്നതിനനുസരിച്ച് എന്തും കൂടും, ത്വരണവും അതിനനുസരിച്ച് കൂടും എന്നുള്ളതാണ് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ വാല്യൂം കൂടെ നോക്കി വെക്കുക. ജിയുടെ വാല്യൂ നമ്മുടെ എത്രയാണ്? 9.83, 9.78 എന്നുള്ള വാല്യൂസ് നോക്കി വെക്കാം. ഇനി നമ്മൾ ഈ ജി എന്നുള്ളതിനൊരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനായിട്ട് നമ്മൾ നേരത്തെ പഠിച്ച യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ നിന്നുണ്ട്, സാർവത്രിക ഭൂഗുരുത്വ നിയമം ഉണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ നമ്മൾ ചെയ്യുകയാണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ വസ്തുവിന്റെ മാസിനെ സ്മോൾ എം ആയിട്ട്, ചെറിയ എം ആയിട്ടും, ഭൂമിയുടെ മാസ്, ഭൂമിക്കാണ് ഇത്തിരി കനം കൂടുതൽ അല്ലേ, അപ്പൊ ഭൂമി വലിയ മാസായിട്ട്, വലിയ ക്യാപിറ്റൽ എം, ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ എമ്മും സ്മോൾ ലെറ്റർ എമ്മും ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. ഭൂമിയുടെ ആരത്തിന്, ഭൂമിയുടെ എന്തെടുത്താലും അത് ക്യാപിറ്റൽ ആയിട്ടായിരിക്കും എടുക്കുന്നത് കേട്ടോ, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും ഉപയോഗിക്കുന്നത്, അതൊന്ന് ഓർത്ത് വെച്ചോ. ഭൂമിയുടേത് ക്യാപിറ്റൽ എമ്മും ക്യാപിറ്റൽ ആറും, റേഡിയസ് ആരം ക്യാപിറ്റൽ ആറും, വസ്തുവിന്റെ മാസിനെ നമ്മൾ എം ആയിട്ടും എടുത്തു. അങ്ങനെയാണെങ്കിൽ ഗുരുത്വാകർഷണ നിയമപ്രകാരം ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം എന്തെന്ന് എടുക്കാം? M1 M2 എന്നുള്ളത് എന്തായി? ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ r² എന്നായില്ലേ? മനസ്സിലായല്ലോ. അതിൽ ക്യാപിറ്റൽ എം ഭൂമിയുടെ മാസാണ്, സ്മോൾ എം എന്ന് പറഞ്ഞാൽ വസ്തുവിന്റെ മാസാണ്. അപ്പൊ നമ്മൾ രണ്ടാം ചലന നിയമം അനുസരിച്ചിട്ട് നമ്മൾ വസ്തുവിന് ജി ത്വരണം ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടാം ചലന നിയമം അനുസരിച്ച് F=mg എന്ന് എഴുതും. F=ma എന്നാണ് നമ്മളെ ന്യൂട്ടന്റെ രണ്ടാമത്തെ നിയമം. നമ്മൾ ഭൂഗുരുത്വം വരുമ്പോൾ A എന്തായിട്ട് മാറും? G ആയിട്ട് മാറും. F=mg എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് നമ്മൾ ഈ രണ്ട് ഫോഴ്സും ഇക്വേറ്റ് ചെയ്യാണ്. കാരണം ഇതൊരു ഫോഴ്സ് ആണ്, ഇതും ഒരു ഫോഴ്സ് ആണ്, രണ്ടും F അല്ലേ, രണ്ടും ബലം തന്നെയാണ്. അപ്പൊ ഈ രണ്ട് ബലങ്ങളെ, ഈ mg അതുപോലെ Gmm/r² ഇക്വേറ്റ് ചെയ്യാണ്. mg = Gmm നമുക്ക് ഒന്നും കൂടെ ഇങ്ങോട്ട് എഴുതാം ഞാൻ, mg = Gmm/r² എന്ന് ഈ രണ്ട് ബലങ്ങളെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ ഒരു എം ഉണ്ട്, ഇവിടെയും ഒരു എം ഉണ്ട്, സ്മോൾ എം. ഈ രണ്ട് എമ്മിനെ നമ്മൾ അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടി? Gm/r² എന്ന് കിട്ടി. അപ്പൊ ഇതാണ് ഇവിടെ ഉണ്ട് ഓൾറെഡി. G = Gm/r² എന്ന് പറയുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ വസ്തുവിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല, ഭൂഗുരുത്വ ത്വരണം G ആശ്രയിക്കുന്നില്ല. ഇവിടെ എന്തേ ഉള്ളൂ? രണ്ടും ക്യാപിറ്റലേ ഉള്ളൂ. നമ്മുടെ ഭൂമിയുടെ മാസും പിണ്ഡവും ആരവും മാത്രമേ നമ്മൾ ഇക്വേഷൻ അവസാനം എഴുതിയപ്പോൾ കിട്ടിയുള്ളൂ. അപ്പൊ ഗുരുത്വാകർഷണം മൂലം ഉണ്ടാകുന്ന ത്വരണം വസ്തുവിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. നല്ലൊരു പോയിന്റ് ആണ്. എന്തുകൊണ്ട് ആശ്രയിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. രണ്ട് സ്ഥലത്തൊന്നും എം ക്യാൻസൽ ആയിപ്പോയി, സ്മോൾ എം ക്യാൻസൽ ആയിപ്പോയി, അതാണല്ലോ വസ്തുവിന്റെ മാസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം എന്തിനെ ആശ്രയിക്കുന്നില്ല? നമ്മുടെ വസ്തുവിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കും. നമ്മുടെ ജിയുടെ വാല്യൂ എന്തായിരിക്കും?
ഇപ്പം മുകളിൽ നിന്ന് താഴേക്ക് എറിയാണ് രണ്ട് വസ്തുക്കളുടെയും ജി എന്ത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ത്വരണം എന്ത് തന്നെയായിരിക്കും, സെയിം ആയിരിക്കും, തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം, അതായത് ജി, സ്മോൾ ജി എന്ന് പറയുന്നത് എന്താണ്, ഒരുപോലെ ആയിരിക്കും. ഇതിനായിട്ട് നമ്മൾ പരീക്ഷകൾക്കൊക്കെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ കടലാസും അതുപോലെ കല്ലും, ഒരു പേപ്പറും ഒരു കല്ലും കൂടി മുകളിൽ നിന്ന് താഴേക്ക് ഇടുമ്പോൾ ആദ്യം വന്ന് പതിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. കടലാസ്, കല്ല്, അല്ലാതെ ജിയുടെ വാല്യൂവിന്റെ കാര്യം വെച്ചിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കറിയാം കടലാസും കല്ലും കൂടെ ഇട്ടു, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ പറയും തൂവലും നാണയവും ഉള്ള പരീക്ഷണം എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പൊ ഈ ഒരു പരീക്ഷണത്തിൽ ഇടുമ്പോൾ നാണയമാണ് ആദ്യം വന്ന് വീഴുന്നതെന്ന് നമുക്കറിയാം. തൂവലും പയ്യെ വന്ന് വീഴത്തുള്ളൂ. തൂവൽ അങ്ങനെ പയ്യെ വന്ന് വീഴാൻ കാരണം എന്താണ്, വായുവിന്റെ പ്രതിരോധം കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. രണ്ടിനും ഒരേ ജി ആണ്, ഒരേ ത്വരണത്തിലാണ് രണ്ടും വന്ന് വീഴുന്നത്. അപ്പൊ രണ്ടും എപ്പോൾ വീണെന്ന് പറഞ്ഞാൽ രണ്ടും ഒരേപോലെ വന്ന് വീഴും. പക്ഷെ അങ്ങനെ വീഴുന്നില്ല. ഓക്കെ, അങ്ങനെ വീഴാത്ത കാരണം വായുവിന്റെ പ്രതിരോധം കൊണ്ടാണ്. അപ്പോൾ രണ്ടിൻ്റെയും ജിയുടെ വാല്യൂ എന്താണ്, തുല്യമാണ്. രണ്ടും വന്ന് പതിക്കുന്നതും ഒരുപോലെയാണ്. പക്ഷെ അങ്ങനെ പതിക്കാത്ത കാരണം എന്താ, തൂവലെന്ന് പറഞ്ഞാൽ കല്ലിനെ അപേക്ഷിച്ചിട്ട് എന്താണ്, കുറച്ചും കൂടി അതിന് വെയിറ്റ് കുറവാണ്, ഭാരം കൂടുതലുള്ള ഒരു സാധനം, അല്ലെങ്കിൽ മാസ് കൂടുതലുള്ള സാധനമാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ കല്ലെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വായുവിന്റെ പ്രതിരോധവും നോക്കാതെ അത് ആദ്യം വന്ന് വീഴുന്നതാണ്. സത്യത്തിൽ രണ്ടും ഒരേപോലെ വന്ന് വീഴും. ജിയുടെ വാല്യൂ എന്ത് തന്നെയായിരിക്കും, തുല്യം തന്നെ ആയിരിക്കും. ഇത് വീഴാത്ത കാരണം വായുവിന്റെ പ്രതിരോധം, എയർ റെസിസ്റ്റൻസ് എന്ന് പറയും. എയർ റെസിസ്റ്റൻസ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ വന്ന് വീഴാത്തത്. അപ്പൊ ഇത് ആദ്യമായിട്ട് വാദിച്ചത് ഗലീലിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, രണ്ടെണ്ണവും ഇങ്ങനെയാണ് വീഴുന്നത്, പക്ഷെ രണ്ടും എന്താണ്, ഒരേ സമയത്താണ് വന്ന് പതിക്കേണ്ടിയിരുന്നത്. കാരണം രണ്ടിന്റെയും ജി എന്താണ്, തുല്യമാണ്. ഇത്തരത്തിൽ വന്ന് വീഴാത്തതിന്റെ കാരണം വായുവിന്റെ പ്രതിരോധം കാരണമാണ് ഇത്തരത്തിൽ വന്ന് എന്ത് ചെയ്തത്, വീഴാത്തത്. വായുരഹിതമായ സ്ഥലത്ത് പോയി നിന്നാൽ മതി. എന്ത് ചെയ്താൽ മതി, വായു ഒന്നും ഇല്ലാത്തടത്ത് പോയി നിന്നാൽ ഇത് രണ്ടും ഒരേ സമയത്ത് തന്നെ ഒരേ സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യും, വന്ന് വീഴുമെന്നാണ് നമ്മൾ ഗലീലിയോ പറയുന്നത്. വായുരഹിതമായ സ്ഥലം സൃഷ്ടിക്കാനുള്ള ഉപാധികൾ അക്കാലത്തില്ലാതിരുന്നത് ഇത് തെളിയിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പൊ ആ സമയത്തൊന്നും അങ്ങനെ അത്തരത്തിൽ ഉള്ള വായു ഇല്ലാത്തടത്തൊന്നും ശൂന്യതയിലൊന്നും ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. ഇതിന് പിൽക്കാലത്ത് തൂവലും നാണയവും പരീക്ഷണം മുഖേന ഐസക് ന്യൂട്ടനാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ അത് തെളിയിക്കുന്നത്. അപ്പൊ ഗലീലിയോ പറഞ്ഞെങ്കിലും പരീക്ഷണം വേണ്ടല്ലോ, എക്സ്പെരിമെന്റിൽ കാണിച്ചു കൊടുക്കണമല്ലോ, അത് കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ നമ്മുടെ ഐസക് ന്യൂട്ടൻ എന്ത് ചെയ്യാൻ പറ്റി, ഇത് എക്സ്പെരിമെന്റിൽ എന്ത് ചെയ്യാൻ പറ്റി, കാണിക്കാനായിട്ട് പറ്റി. അപ്പൊ ആലോചിക്കുക, രണ്ട് വസ്തുക്കൾ മുകളിൽ നിന്ന് താഴേക്ക് എറിയുമ്പോൾ രണ്ടിനും ജിയുടെ വാല്യൂ എന്തായിരിക്കും, തുല്യമായിരിക്കും. ഒരേ സമയത്ത് അത് വന്ന് പതിക്കും. അങ്ങനെ പതിക്കാത്ത കാരണം എന്ന് പറയുന്നത് വായുവിന്റെ പ്രതിരോധം കാരണമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഭാരത്തിന്റെ കേസ്, ചന്ദ്രനില് ജിയുടെ മൂല്യം നമ്മുടെ ഭൂമിയിൽ നമ്മൾ പഠിച്ചു 9.8 ആണ്, 9.8 മീറ്റർ/സ്ക്വയർ ആണെന്ന്. ഇത് ജിയുടെ വാല്യൂ എങ്ങനെയാ, നമ്മുടെ ചന്ദ്രനിൽ ജിയുടെ വാല്യൂ നോക്കിക്കേ. ചന്ദ്രന്റെ മാസിനെ നമ്മൾ ക്യാപിറ്റൽ M, ആരം 6 ആയിട്ടും എടുത്തു. എന്നാൽ ജിയുടെ മൂല്യം എന്താ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അവര്. ജിയുടെ വാല്യൂ അവസാനം നോക്കിക്കേ 1.62. എന്ത് കുറവാന്ന് നോക്കിക്കേ. മറ്റത് 9.8 ആയിരുന്നു ഭൂമിയിൽ, എന്നാൽ ചന്ദ്രനിൽ എത്രയാ, 1.62 മീറ്റർ/സ്ക്വയറേ ഉള്ളൂ. ഇത് നമ്മൾ പറയുമ്പോൾ ഭൂമിയിലെ ജിയുടെ മൂല്യത്തിന്റെ ഏകദേശം 1/6 ഭാഗം. അപ്പൊ അതായത് ഇപ്പൊ ഭൂമിയിൽ ഒരാൾക്ക് എത്രയുണ്ട്, അപ്പൊ നമ്മളിപ്പോ ഭാരത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ ഭൂമിയിൽ ഒരാൾക്ക് എന്താണ് 60 ന്യൂട്ടൺ ഭാരമുണ്ടെന്ന് വിചാരിക്കുക. ചന്ദ്രന് ചെല്ലുമ്പോൾ ഇതിന്റെ 1/6 ഭാഗം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഭാരം കാണും. അതായത് 10 ന്യൂട്ടനെ അവിടെ അയാൾക്ക് എന്ത് കാണത്തുള്ളൂ, ഭാരം കാണത്തുള്ളൂ. മനസ്സിലായോ? അതായത് കുറവായിരിക്കും. ചന്ദ്രനിൽ എന്തായിരിക്കും, ഈ ഒരു രീതിയിൽ ഭാരം കുറവായിരിക്കും. ഓക്കെ, അപ്പൊ എത്രയാണ്, ചന്ദ്രനിൽ 1.62 ആണ്. ഈ 1.62 എന്നുള്ളതൊന്ന് പഠിക്കുക. നമ്മളെ കണക്കുകൾ വരുമ്പോൾ നമുക്ക് 1/6 എന്നുള്ള രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്കൊരു ഒരെണ്ണം ചെയ്യാം. ചന്ദ്രോപരിതലത്തിൽ ഗുരുത്വാകർഷണ ബലം ഭൂമിയിലെ ഇതിന്റെ എത്രയാണ്, ഏകദേശം 1/6 ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ അതാണ് ചോദ്യം. അത് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ ചെയ്യാണ് എന്താണ്, 10 കിലോഗ്രാം മാസുള്ള വസ്തുവിന്റെ ഭൂമിയിലെ ഭാരം എത്രയായിരിക്കും. 10 കിലോഗ്രാം മാസുള്ള വസ്തുവിന്റെ ഭൂമിയിലെ ഭാരം എത്രയായിരിക്കും എന്നാ ചോദ്യം. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മാസിന് ഒരു മാറ്റവും വരത്തില്ല. നമ്മുടെ മാസ്, ഇപ്പോൾ നമ്മുടെ ഭാരത്തിന് ന്യൂട്ടൺ വെച്ചാണ് നമ്മൾ യൂണിറ്റ് പറയുന്നത്. പിണ്ഡമാണ്, മാസിനെയാണ് കിലോഗ്രാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ 10 കിലോഗ്രാം മാസം എന്ന് പറയുമ്പോൾ മാസ് കോൺസ്റ്റന്റ് ആണ്. ഇവിടെ 10 കിലോഗ്രാം ആണ്, ഭൂമിയിൽ 10 കിലോഗ്രാം ഉള്ള വസ്തുവിന്റെ മാസ്
ചന്ദ്രനിലും എന്ത് തന്നെയായിരിക്കും 10 കിലോഗ്രാം തന്നെയായിരിക്കും. മാറുന്നത് എന്താണ്? ഭാരമാണ് എന്ത് ചെയ്യുന്നത്? മാറുന്നത്. F=mg. F=mg എന്ന് പറയുന്ന ആ ഒരു ഭാരമാണ് എന്ത് ചെയ്യുന്നത്? മാറുന്നത്. അല്ലാതെ മാസ് എന്തായിരിക്കും? തുല്യമായിരിക്കും. 10 കിലോഗ്രാം മാസ് ഉള്ള വസ്തുവിന്റെ എന്താണ് ഭൂമിയിലെ ഭാരം എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഭൂമിയിലെ ഭാരം കാണാനായിട്ട് F=mg എന്ന് നമുക്കറിയാം. അപ്പം മാസ് തന്നിട്ടുണ്ട്, 10 ആണെന്ന് തന്നിട്ടുണ്ട്. 10 × 9.8 ചെയ്യാം. 10.9.8 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 98 ന്യൂട്ടൺ എന്ന് കിട്ടും. 9.8 × 10 എന്ന് പറയുമ്പോൾ എന്താണ്? 98.0 വരും. ആ സീറോയെ കൺസിഡർ ചെയ്യേണ്ട, 98 ന്യൂട്ടൺ. അതായത് ഭാരം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ F=mg ആണ് ഭാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാരം നമുക്ക് എത്ര കിട്ടി? 98 എന്ന് കിട്ടി. ഇനി ബി പാർട്ട് നോക്കാം. ഈ വസ്തു ചന്ദ്രോപരിതലത്തിൽ എത്തിച്ചാൽ അതിന്റെ മാസ് എത്രയായിരിക്കും? മാസിന് വല്ല ചേഞ്ചും വരുമോ? നോ ചേഞ്ച് ഇൻ മാസ് അല്ലേ? മാസിന് മാറ്റമില്ല. അപ്പൊ മാസിന് മാറ്റമില്ല എന്ന് നമുക്കറിയാം. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഭാരം എത്രയെന്നാണ്. അതായത് ഈ വസ്തുവിനെ ചന്ദ്രോപരിതലത്തിൽ വച്ചാൽ ഭാരം എത്രയാവും എന്നുള്ളത്. അപ്പൊ ഭാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം F=mg ആണെന്ന് നമുക്കറിയാം. അപ്പൊ മാസിന് മാറ്റമില്ല, നമ്മുടെ ഭാരത്തിന് മാറ്റം വരും. അപ്പൊ ഭാരം എത്രയെന്നുള്ളതാണ് പഠിക്കാനുള്ളത്. അപ്പൊ മാസ് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, 10 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 10 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് 10 എന്ത് ചെയ്യുന്നുണ്ട്? മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 10 × ചന്ദ്രനിലെ G ആണ് കാണാനുള്ളത്. അപ്പം ചന്ദ്രനിലെ G എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ ചന്ദ്രനിലെ G നമ്മൾ തൊട്ട് മുന്നേതാ 1.62 ആണെന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 10.1.62 എന്നുള്ളത് ചെയ്യണം. ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 1.62 × ഇതാണ്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാനായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. 162 പിന്നെ 10 ഉള്ളത് 0. അതായത് പോയിന്റ് ഒന്നും കൺസിഡർ ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം എഴുതുക. എഴുതിയിട്ട് ടോട്ടൽ ഇതിൽ എത്ര അക്കമാണ് പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് നോക്കാം. 1 2 അക്കമാണ്. അപ്പോൾ 1 2 ഇവിടെ വരും. അതായത് റൗണ്ട് ചെയ്ത് പറഞ്ഞാൽ 16.2 ന്യൂട്ടൺ ആണ് എന്തെന്ന് പറയുന്നത്? ചന്ദ്രനിലെ ഇതിലെ ഭാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭൂമിയിലെ ഭാരം 98 ആണ്. അപ്പോൾ ഭൂമിയിലെ ഭാരം ചന്ദ്രനിൽ വരുമ്പോൾ നമുക്കിത് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 98/6 അല്ലെങ്കിൽ 98 × 1/6 എന്ന് പറഞ്ഞ് ചെയ്യാം. കാരണം ഓൾറെഡി അവിടെ ഉണ്ടല്ലോ, അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. ഈ 1.62 ഓർമ്മയില്ലാത്തവർക്ക് എന്ത് ചെയ്യാം? 8 എന്താണ് ഇത് ചെയ്താൽ മതി. അപ്പം ഒരു 16.2 അല്ലെങ്കിൽ 16.3 അടുപ്പിച്ച് തന്നെ എന്ത് ചെയ്യും? ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇവിടെ എൻ്റെ ഒരു സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് ഞാൻ അത് ചെയ്തിട്ടതും ഇവിടെ അതിൻ്റെ കറക്റ്റ് നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലാരിറ്റി ആയിട്ട് നോക്കാം. മാസ് എപ്പോഴും എവിടെ 1 തന്നെയായിരിക്കും. അതിനാൽ ചന്ദ്രനിലും ഇത് 10 തന്നെയായിരിക്കും. അതിൽ മാറ്റമൊന്നുമില്ല. ചന്ദ്രനിലെ ഭാരം കണ്ടുപിടിച്ചിട്ടുണ്ട് 16.2 എന്നുള്ളത്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് തന്നെയാണ്. അതിനൊന്ന് ഡിഫൈൻ ചെയ്ത് ഞാൻ പറയാം. കാരണം ഭാരത്തിനെ ഒന്ന് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. അതായത് മാസ് m ഉള്ള വസ്തുവിനെ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് Gmm/r². അത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു എമ്മിനെ, അതായത് ഈ സ്മോൾ എമ്മിനെ പുറത്തെടുക്കുകയാണ്. ഈ സ്മോൾ എമ്മിനെ പുറത്തെടുത്തു. സ്മോൾ എമ്മിനെ പുറത്തെടുത്തിട്ട് ബാക്കിയുള്ള Gm/r² എന്നുള്ളത് എന്ത് ചെയ്യാണ്? പ്രത്യേകം എഴുതുകയാണ്. അപ്പോൾ Gm/r² എന്ന് പറയുന്നത് എന്താണ്? G ആണെന്ന് നമ്മൾ മുന്നേ പഠിച്ചു. അതിന് പകരം നമ്മൾ G ഇട്ട് കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടി? mg എന്ന് കിട്ടി. F=mg എന്ന് കിട്ടി. ഇതാണ് എന്തെന്ന് പറയുന്നത്? വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത്. നമ്മൾ മുന്നേ പഠിച്ചതാണ്. അപ്പം നമ്മളിത് എന്താണ്, എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് പഠിച്ചത്. അപ്പം ഭാരം എന്ന് പറയുന്നത് F=mg ആണ്. ഭാരം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ F=mg. ആ ബലമാണ്. ആ ബലമായതുകൊണ്ടാണ് F=mg ഭാരമാണെന്ന് പറയുന്നത്. നമ്മൾ ന്യൂട്ടൺ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഭാരത്തിനെ അളക്കുന്നത്. കിലോഗ്രാം കണ്ട അത് ഭാരമല്ല, അത് മാസാണ്. മാസിന്റെ നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ പഠിക്കുന്ന ഒന്നാണ് പിണ്ഡം, മാസ്, കിലോഗ്രാം. ഇത് ന്യൂട്ടൺ ആണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ mg എന്നത് വസ്തുവിന്റെ ഭാരത്തെ സൂചിപ്പിക്കുന്നു. അതായത് ഒരു വസ്തുവിനെ ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് എന്തെന്ന് പറയുന്നത്? ആ വസ്തുവിന്റെ ഭാരം. ആ ഒരു ബലമാണ്, തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ആ ഒരു ബലമാണ് ആ വസ്തുവിന്റെ എന്തെന്ന് പറയുന്നത്? ഭാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആയിരിക്കും. പറഞ്ഞതാണ്. ഒരു വസ്തുവിന്റെ ഭാരം അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ഗുരുത്വ ത്വരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതായത് നമ്മൾ പഠിച്ച G ഉണ്ടല്ലോ, ഈ G ആശ്രയിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്? ഓരോരുത്തെ ഭാരം ഇരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, F=mg. അപ്പൊ ചന്ദ്രനിൽ G എന്താണ്? Gയുടെ വാല്യൂ വേറെയാണ്. ഭൂമിയിലെ 1/6 ഉള്ളൂ. ആ G വച്ചാണ് എന്ത് ചെയ്യുന്നത്? ഭാരം മാറുന്നത്. ചന്ദ്രനിൽ എന്ത് ചെയ്യുന്നത്? വസ്തുവിന്റെ ഭാരം മാറുന്നത്. ഭൂമിയിൽ ഒരു ഭാരം, ചന്ദ്രനിൽ ഒരു ഭാരം. അപ്പൊ ഈ ഒരു G ആണ് എന്ത് ചെയ്യുന്നത്?
ഈ ഭാരം എന്ത് ചെയ്യുന്നത് നിശ്ചയിക്കുന്നത്, എത്രയാണ് ഭാരം. അപ്പം വസ്തുവിന്റെ ഭാരം അത് സ്ഥിതി ചെയ്യുന്ന എന്തിനെ ആശ്രയിച്ചിരിക്കും? ഗുരുത്വ ത്വരണത്തെ ആശ്രയിച്ചിരിക്കും. ഗുരുത്വ ത്വരണം കുറയുന്നതിനനുസരിച്ച് ഭാരവും കുറയും, മറ്റത് കൂടുന്നതിനനുസരിച്ച് ഭാരവും എന്ത് ചെയ്യും? കൂടും എന്നുള്ളത് ഓർത്ത് വച്ചേക്കുക. വസ്തുവിന്റെ ഭാരവും ഭൂകേന്ദ്രത്തിൽ നിന്നുള്ള അകലവും ഇത് എങ്ങനെയാണ് ആ ഒരു സ്വാധീനിക്കുന്നത്, എവിടേക്കാണ് കൂടുതൽ കുറവെന്ന് നമുക്ക് നോക്കാം. ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഭൂമിയുടെ എവിടെയാണ്? ഉപരിതലത്തിലാണ്. ഭൂമിയുടെ ഉപരിതലത്തിലാണ് എന്ത് ചെയ്യുന്നത്? വസ്തുവിന് എന്താണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? ഭാരം അനുഭവപ്പെടുന്നത്. ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യും? ജിയുടെ വാല്യൂ കുറയും അല്ലേ? നമ്മൾ പഠിച്ചു ആ അകലം കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടി? അകലം കൂടുന്നതിനനുസരിച്ച് നമ്മൾ എഫിന്റെ കാര്യം പറഞ്ഞു, കുറയും എന്നുള്ളത് പഠിച്ചു. അതുപോലെ മുകളിലേക്ക് പോകുന്തോറും എന്ത് സംഭവിക്കും? ഈ ഒരു ബലം അതിനനുസരിച്ച് കുറയും. അതുപോലെ തന്നെ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഭൂഗുരുത്വാകർഷണ ബലവും എന്ത് ചെയ്യും? അതിനനുസരിച്ച് കുറയും. അപ്പം മുകളിലേക്ക് പോയാലും, ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോയാലും, ഓൾട്ടിറ്റ്യൂഡ് ഓക്കെ, ഓൾട്ടിറ്റ്യൂഡിലോട്ട് പോയാലും ഡെപ്ത് ആഴത്തിലേക്ക് പോയാലും എന്ത് സംഭവിക്കും? ജിയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറയുക തന്നെ ചെയ്യും. ഒരു വസ്തു ഭൂമിയുടെ കേന്ദ്രത്തിൽ വച്ചിരുന്നാൽ ചുറ്റുമുള്ള ദ്രവ്യം ആ വസ്തുവിന്റെ എല്ലാ ദിശയിലേക്കും എന്ത് ചെയ്യുന്നു? തുല്യ അളവിൽ ആകർഷിക്കുന്നു. ഇത്തരത്തിൽ തുല്യ അളവിൽ ആകർഷിക്കുന്ന സമയത്ത് അവിടുത്തെ ടോട്ടൽ നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ പരിണിത ആകർഷണ ബലം എന്താകും? പൂജ്യമാകും. അതായത് ഒരു വസ്തുവിനെ ഭൂമിയുടെ സെൻട്രൽ വെച്ചിരിക്കുകയാണ്, കേന്ദ്രത്തിൽ. ഈ കേന്ദ്രത്തിൽ വയ്ക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ അതിന് ചുറ്റുമുള്ള മാറ്റർ അല്ലെങ്കിൽ ആ ദ്രവ്യം എന്ത് ചെയ്യും? ആ വസ്തുവിനെ എല്ലാ ദിശയിലേക്കും ആകർഷിക്കും. എങ്ങനെ ആകർഷിക്കും? തുല്യമായിട്ട് ആകർഷിക്കും. ഇങ്ങനെ തുല്യമായിട്ട് ആകർഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്തായി പോകും? ആ 0 ആയിട്ട് പോകും. എത്രയാകും? 0 ആയിട്ട് പോകും. അപ്പൊ അവിടെ എന്തില്ല? ബലമില്ല. അവിടെ 0 ആയിരിക്കും ഫോഴ്സ് എന്ന് പറയുന്നത്. എവിടെ? കേന്ദ്രത്തിൽ. ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ. മുകളിലേക്ക് പോകുമ്പോൾ കുറയും, താഴേക്ക് ഡെപ്തിലേക്ക് വരുമ്പം അവിടെയും ബലം കുറയും. പിന്നെ 0 ആകുന്നത് എവിടെയാണ്? ഭൂകേന്ദ്രത്തിൽ. ഭൂകേന്ദ്രത്തിലാണ് നെറ്റ് ഫോഴ്സ് എന്ത് ചെയ്യുന്നത്? 0 ആകുന്നത്. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഭാരം വെച്ച് നമുക്ക് നോക്കാം. അതായത് ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ്? ധ്രുവപ്രദേശങ്ങളിൽ. ധ്രുവപ്രദേശങ്ങളിലായിരുന്നു ജിയുടെ വാല്യൂ 9.83. അതായത് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ധ്രുവപ്രദേശങ്ങളായിരിക്കും. അപ്പൊ ജിയുടെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഭാരത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ജിയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ ഭാരവും കൂടുതലായിരിക്കും. ജിയുടെ വാല്യൂ മൂല്യം ഏറ്റവും കൂടുതൽ എവിടെയാണ്? എന്താണ്? ധ്രുവപ്രദേശങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു വസ്തുവിന്റെ കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെയായിരിക്കും? ധ്രുവപ്രദേശത്തായിരിക്കും. ഇനി ഏറ്റവും കുറവ് എവിടെയായിരിക്കും? ഭൂമധ്യരേഖത്ത് നടുക്കായിരിക്കും. ഭൂമധ്യരേഖാ പ്രദേശത്ത് എന്താണ്? ജിയുടെ വാല്യൂ കുറവ്. അവിടെ മറ്റത് 9.7 ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അപ്പം ജിയുടെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് ഭാരവും കുറയും. അപ്പൊ ഏറ്റവും കുറവ് എവിടെയാണ്? ഭൂമധ്യരേഖ പ്രദേശത്താണ്. ഭൂമിയുടെ കേന്ദ്രത്തിലെത്തുമ്പോൾ, കേന്ദ്രം എന്ന് പറയുമ്പോൾ സെന്ററിലെത്തുമ്പോൾ ജിയുടെ മൂല്യം 0 ആവും. ഞാൻ പറഞ്ഞു എഫ് എന്താണ്? 0 ആണ്. എഫ് 0 ആണ്. ജി 0 ആവുമ്പോൾ എന്തും 0 ആവും, എഫും 0 ആവും. അതിനാൽ ഭൂമിയുടെ കേന്ദ്രത്തിൽ വസ്തുക്കൾക്ക് എന്തില്ല? ഭാരമില്ല. ഭാരം 0 ആയിരിക്കും. അതായത് ഭാരം 0 ആകുന്നത് എവിടെയാണ്? ഭൂമിയുടെ കേന്ദ്രത്തിലാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറയുന്നത് കൊണ്ട് ജി കുറയും, എഫ് കുറയും. ജി കുറയുമ്പോൾ എഫും കുറയും. എവിടെ? മുകളിലേക്ക് പോകുന്തോറും. ഇനി താഴേക്ക് ഡെപ്തിലേക്ക് ആഴത്തിലേക്ക് വരുമ്പോഴോ ഈ മൈനിങ് സംഭവം ഉണ്ടല്ലോ, അങ്ങനെ ആഴത്തിലോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? മറ്റേ മുകളിലേക്ക് പോകുന്ന പറയുമ്പോൾ ബഹിരാകാശത്തിലോട്ടൊക്കെ പോകൂലേ, അതാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോയുമ്പോൾ എന്ത് സംഭവിക്കും? ഭാരം കുറയും. അതുപോലെ ജിയുടെ വാല്യൂ അതിനനുസരിച്ച് കുറയുമെന്ന് ഞാൻ പറഞ്ഞു. ജിയുടെ മൂല്യം എങ്ങോട്ടും കുറയും? താഴേക്ക്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഖനനമൊക്കെ ചെയ്യത്തില്ലേ, അത്രയും ആഴത്തിൽ ഡെപ്തിലോട്ട് പോകുമ്പോഴും എന്ത് സംഭവിക്കും? ജിയുടെ മൂല്യം കുറയും. അതിനനുസരിച്ച് ഭാരവും എന്ത് ചെയ്യും? കുറയും. അപ്പൊ ജിയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്താണ് ഭാരം ഇരിക്കുന്നത്. ജി കൂടുകയാണെങ്കിൽ ഏതും കൂടും, ഭാരവും കൂടും. അപ്പൊ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എവിടെയാണ്? ധ്രുവപ്രദേശങ്ങൾ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ കൂടുതൽ, കുറവ്, 0 എവിടേക്കാണെന്ന് ഓർത്ത് വയ്ക്കുക. ഭൂമിയുടെ സെന്ററിൽ ഏറ്റവും കേന്ദ്രത്തിൽ 0 ആണ്. പിന്നെ ധ്രുവപ്രദേശങ്ങളിൽ ഭാരം കൂടുതലാണ്, കാരണം ജിയുടെ വാല്യൂ കൂടുതലായതുകൊണ്ട്. നമ്മുടെ ഇക്വേറ്റർ, നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശത്ത് എന്താണ്? ഇക്വേറ്ററിൽ നമ്മുടെ ഭാരം കുറവാണ്. 0 അല്ല, കുറവാണ്. ജിയുടെ വാല്യൂ കുറവായതുകൊണ്ട്. അപ്പൊ ഭാരത്തിന്റെ കേസ് ഇതാണെന്ന് ഓർത്ത് വയ്ക്കുക. പിണ്ഡവും ഭാരവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത് അളക്കുന്ന ഇൻസ്ട്രുമെന്റ്സിലാണ്. അതിൽ മാസ് അളക്കുന്നത് നമ്മുടെ സാധാരണ ത്രാസ്, കോമൺ ബാലൻസ് എന്ന് നമ്മൾ പറയുന്ന സാധാരണ ത്രാസിലാണ് മാസ് അളക്കുന്നത്. എന്നാൽ ഭാരം അളക്കുന്നത് സ്പ്രിംഗ് ത്രാസിലാണ്. ഇതാ പടം കൊടുത്തിട്ടുണ്ട്. അപ്പം സാധാരണ ത്രാസിൽ മാസും സ്പ്രിംഗ് ത്രാസിൽ എന്തും നമ്മുടെ സ്പ്രിംഗ് ത്രാസിൽ ഭാരവും എന്ത് ചെയ്യുന്ന അളക്കുന്നുണ്ട്. അതൊരു ഡിഫറൻസ് ആണ്. പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഭാരം മാറും,
മാസ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിരിക്കും, മാറത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. ഇവിടെ ഒരു വസ്തു എവിടെയാണോ ഇരിക്കുന്നത് വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ മാസിനൊരു മാറ്റം വരില്ല, പക്ഷെ ഭാരം മാറും. പിന്നെ യൂണിറ്റിലുള്ള വ്യത്യാസമാണ്. യൂണിറ്റ് എന്താണ്? മാസിൻ്റെത് കിലോഗ്രാം ആണ്, ഭാരത്തിൻ്റെത് ന്യൂട്ടൺ ആണ്. ഇതൊക്കെയാണ് അതിൻ്റെ മാറ്റം എന്ന് പറയുന്നത്. ഇനി സൗരയുധവും ഗുരുത്വാകർഷണ ബലവും. അപ്പം നമുക്കറിയാം ഈ സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി ഇങ്ങനെ ചുറ്റുന്നുണ്ട്. അപ്പോൾ ചുറ്റുന്ന ആ ഒരു ബലം അല്ലേ, അത് അവിടെ പിടിച്ചു നിർത്താൻ എന്ത് വേണം? ഭൂഗുരുത്വ ബലം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഈ ഭൂഗുരുത്വ ആകർഷണ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ പറഞ്ഞു. അതിലിപ്പോൾ ഇങ്ങനെ പിടിച്ചു നിർത്താനായിട്ട് എന്ത് വേണം? ബലം വേണം. അപ്പോൾ ആ ഒരു ബലമാണ് ഈ ഭൂഗുരുത്വ ബലം. അത് തന്നെയാണ് പറയുന്നത് കേട്ടോ. നമ്മൾ SCERT ഉള്ളതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയതാണ്. അപ്പം നമുക്കറിയാം സൗരയുധത്തിൽ ഗ്രഹങ്ങളെല്ലാം സൂര്യനെ എന്ത് ചെയ്യുന്നുണ്ട്? പരിക്രമണം, റെവല്യൂഷൻ ചെയ്യുന്നുണ്ട്. ഗ്രഹങ്ങൾക്ക് ചുറ്റും ഉപഗ്രഹങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? പരിക്രമണം ചെയ്യുന്നുണ്ട്. ഇവയെല്ലാം പരിക്രമണ പാതയിൽ പിടിച്ചു നിർത്താൻ ആവശ്യമായ ബലം നൽകുന്നത്. അതായത് ആ പാതയിൽ അങ്ങനെ അത് നിൽക്കണ്ടേ, അല്ലെങ്കിൽ താഴോട്ട് അത് വരും അല്ലേ, അത് താഴോട്ട് വരാതെ അതിനങ്ങനെ ആ ഇതിൽ പിടിച്ചു നിർത്തുന്നത് എന്ത് ബലമാണ്? ഈ ഗുരുത്വാകർഷണ ബലമാണ്. സൂര്യനിൽ നിന്നുള്ള ഗുരുത്വാകർഷണ ബലം ഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം നൽകുമ്പോൾ, അഭികേന്ദ്ര ബലവും അപകേന്ദ്ര ബലവും ഇനി നമ്മൾ പഠിക്കും. ഇപ്പൊ ഇവിടെ ഓർത്തു വെച്ചോ, ഈ ഒരു അഭികേന്ദ്ര ബലം നൽകുമ്പോൾ ഉപഗ്രഹങ്ങൾക്ക് ഇത് ലഭിക്കുന്നത് ഗ്രഹങ്ങളിൽ നിന്നാണ്. എന്താ പറയുന്നത്? സൂര്യനിൽ നിന്നുള്ള ഗുരുത്വാകർഷണ ബലം. അപ്പൊ സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഭൂഗുരുത്വാകർഷണ ബലം, ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം നൽകുന്നുണ്ട്. അഭികേന്ദ്ര ബലം എന്ന് പറയുമ്പോൾ എന്താണ്? സെൻട്രിപീറ്റൽ ഫോഴ്സ് ആണ്. സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു സർക്കുലർ പാത്തിൽ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു അനുഭവപ്പെടുന്ന ബലമാണ് സെൻട്രിപീറ്റൽ ഫോഴ്സ്. കാരണം സർക്കുലർ പാത്തിലല്ലേ അത് എന്ത് ചെയ്യുന്നത്? കറങ്ങുന്നത്. അപ്പൊ ഈ ഒരു അഭികേന്ദ്ര ബലം പിടിച്ചു നിർത്തി, ഈ ഒരു ഭൂഗുരുത്വ ബലമാണ് അഭികേന്ദ്ര ബലം നൽകുന്നത്. അത് അവിടെ എന്താണ്? സർക്കുലർ പാത്തിൽ തന്നെ അത് ചുറ്റാനായിട്ട്. അപ്പൊ അത് നൽകുമ്പോൾ ഉപഗ്രഹങ്ങൾക്ക് എവിടെ നിന്നാണ് അത് ലഭിക്കുന്നത്? ഗ്രഹങ്ങളിൽ നിന്ന്. അപ്പൊ സൂര്യനിൽ നിന്ന് ഗ്രഹങ്ങൾക്ക് ലഭിക്കുന്നു, ഉപഗ്രഹങ്ങൾക്ക് ഗ്രഹങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ബലം അനുഭവപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് എന്താണ് നമുക്ക് അഭികേന്ദ്ര ബലവും അപകേന്ദ്ര ബലവും പഠിക്കേണ്ടതുണ്ട്. അതിന് മുന്നേ ആയിട്ട് ഇതൊന്ന് ജസ്റ്റ് നോക്കി. ഒരു കിലോഗ്രാം ഭാരം എന്ന് പറഞ്ഞാൽ എന്താ? 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലത്തിന് 1 കിലോഗ്രാം ഭാരമുണ്ട്. അതായത് 1 കിലോഗ്രാം വെയിറ്റ്, 1 കിലോഗ്രാം വെയിറ്റ് അല്ലെങ്കിൽ 1 കിലോഗ്രാം ഭാരം എന്താണെന്നാ പറയുന്നത്. എന്തായിരിക്കും 1 കിലോഗ്രാം എന്ന് പറയുന്നത്? F = mg. F = mg എന്ന് പറയുമ്പോൾ m എന്നുള്ളത് 1 ആയിട്ട് എടുക്കുക. അതായത് 1 കിലോഗ്രാം മാസ്. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? തുല്യമായിട്ട് 1 കിലോഗ്രാം ഭാരം എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത്. അതായത് 1 കിലോഗ്രാം × 9.8. മാസ് എത്രയാണ്? മാസ് 1 ആയിട്ട് കൺസിഡർ ചെയ്യാണ്. 1 കിലോഗ്രാം മാസമുള്ള വസ്തു എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ 1 × ജിയുടെ വാല്യൂ നമുക്കറിയാം 9.8 m/s² ആണെന്നറിയാം. അപ്പം നമുക്ക് അവിടെ അനുഭവപ്പെടുന്നത് എന്തായിരിക്കും? 9.8 ന്യൂട്ടൺ ആയിരിക്കും. അതായത് 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് എത്ര ഭാരത്തിന് തുല്യമാണെന്ന് പഠിക്കുക? 9.8 ന്യൂട്ടൺ. ഒന്നുമില്ല, നമ്മുടെ F = mg എന്നുള്ളിടത്തിൽ മാസിന് നമ്മൾ എത്ര കൊടുക്കുന്നു? മാസിന് 1 കൊടുക്കുന്നു. കാരണം 1 കിലോഗ്രാം ഭാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാ പറയുന്നത്. 1 കിലോഗ്രാം ഇതെന്ന് പറയുന്നത് എത്രയാണ്? 9.8 ന്യൂട്ടൺ ആണ്. ഈ ഭാരമാണ് എന്തെന്ന് പറയുന്നത്? കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പം കിലോഗ്രാം വെയിറ്റ് എന്നത് ഭാരത്തിന്റെ മറ്റൊരു യൂണിറ്റ് ആണ്. അപ്പം ഭാരത്തിന് നമ്മൾ ന്യൂട്ടൺ എന്ന് പഠിച്ചു. വേറൊരു ഇതും കൂടെ ഉണ്ട്. എന്താണ്? കിലോഗ്രാം വെയിറ്റ്. കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാലും അത് എന്തിന്റെ യൂണിറ്റ് ആണെന്ന് പഠിച്ചു വെക്കുക? ഭാരത്തിന്റെ യൂണിറ്റ് ആണെന്ന് പഠിക്കുക. മാസിന് 1 ഇട്ട് കൊടുത്തു. മാസിന് 1 ഇട്ട് കൊടുത്തിട്ട് ജിക്ക് 9.8 ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് 9.8 ന്യൂട്ടൺ കിട്ടി. ഇതാണ് 1 കിലോഗ്രാം ഭാരം എന്ന് പറയുന്നത്. ഇനി പഠിച്ചത് കിലോഗ്രാം വെയിറ്റും നമ്മുടെ ഭാരത്തിന്റെ എന്ത് തന്നെയാണ്? യൂണിറ്റ് തന്നെയാണ്. ഇനി നിർബാധ പതനവും ഭാര ഇല്ലായ്മയും. ഈ നിർബാധ പതനം എന്ന് പറയുമ്പോൾ ഫ്രീ ഫോൾ, നമ്മൾ മുകളിൽ നിന്നൊരു താഴേക്ക് അങ്ങ് സ്വതന്ത്രമായിട്ട് വന്ന് വീഴത്തില്ലേ, ആ വീഴ്ചയാണ് നമ്മൾ നിർബാധ പതനം എന്ന് പറയുന്നത്. അപ്പോൾ അനുഭവപ്പെടുന്ന ഭാരക്കുറവ് അതാണ് പറയുന്നത്. ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴേക്ക് വീണാൻ അനുവദിച്ചാൽ അത് ഭൂമിയുടെ ആകർഷണ ബലത്താൽ മാത്രം ഭൂമിയിലേക്ക് പതിക്കും അല്ലേ. ഭൂമിയിലേക്ക് അത് മുകളിലേക്കൊന്നും പോകില്ലല്ലോ. മുകളിൽ നിന്ന് താഴേക്ക് വിടുമ്പോൾ നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ആകർഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ആകർഷണം മൂലം, ഭൂഗുരുത്വാകർഷണം മൂലം ഇതെന്ത് ചെയ്യുന്നുണ്ട്? താഴേക്ക് വീഴുന്നുണ്ട്. ഇത്തരത്തിൽ താഴേക്ക് തന്നെ വന്ന് വീഴുന്ന പതനം അല്ലെങ്കിൽ ചലനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നിർബാധ പതനം. ഈ ഒരു ചലനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രീ ഫോൾ അല്ലെങ്കിൽ നിർബാധ പതനം എന്ന് പറയുന്നത്. നിർബാധ പതനം എന്താണ്? വസ്തുക്കൾക്ക് എന്തുണ്ടാക്കും? ത്വരണം ഉണ്ടാക്കും.
നിർബാധ പദം നമുക്കറിയാം മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു ആകർഷണം മൂലം ജി ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു, ഭൂഗുരുത്വ ത്വരണം ഉണ്ടെന്ന് പഠിച്ചു അല്ലേ? അപ്പൊ ത്വരണത്തിന് ആവശ്യമായിട്ട് ഒരു ബലം കൊടുക്കണം. ഈ ബലമാണ് എന്തെന്ന് പറയുന്നത്? ഏത് ബലമായിരിക്കും? ഭൂഗുരുത്വ ത്വരണത്തിന് കൊടുക്കുന്നത് എന്തായിരിക്കും? ഗുരുത്വാകർഷണ ബലമായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഈ നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്ക് ത്വരണമുണ്ട്. ഈ ത്വരണത്തിന് ആവശ്യമായിട്ടുള്ള ബലം നൽകുന്നത് ആരായിരിക്കും? ബലം വേണമല്ലോ ത്വരണം സംഭവിക്കാനായിട്ട്. അത് ഈ ഒരു ഗുരുത്വാകർഷണ ബലമാണ്. കാരണം മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഭൂമി ആകർഷിച്ചാണ് ഇത്തരത്തിൽ നിർബാധ പതനം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനുള്ള ത്വരണം കൊടുക്കുന്നത് ആരാണ്? ഭൂഗുരുത്വാകർഷണ ബലമാണ്. ഇനി ഭാരമില്ലായ്മ എന്താന്നുള്ളത്, ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ലംബബലം. ഇത് താഴേക്ക് വരിക എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് വന്ന് വീഴുന്നതിൽ ഒരു ലംബമായിട്ട് നോർമൽ ഫോഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്, നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. ഇത്തരത്തിൽ വന്ന് വീഴുമ്പോൾ ഭാരം എന്താകും? ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ലംബബലം 0 ആകുമ്പോൾ ആ വസ്തുവിന് ഭാരം അനുഭവപ്പെടാത്ത അവസ്ഥയെ നമ്മൾ ഭാരമില്ലായ്മ എന്ന് പറയും. അതായത് മുകളിൽ നിന്ന് താഴേക്കൊരു നോർമൽ റിയാക്ഷൻ ലംബബലം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വസ്തുവിന്മേൽ ഈ ഒരു ഗുരുത്വബലം അനുഭവപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ബലം അങ്ങ് 0 ആവുകയാണ്. ഈ ബലം അങ്ങ് 0 ആകുമ്പോൾ നിർബാധന പദത്തിൽ ഈ ഒരു ബലം 0 ആകുന്ന സമയത്ത് ഇതിന് എന്ത് അനുഭവപ്പെടത്തില്ല? ഭാരം അനുഭവപ്പെടത്തില്ല. അവിടെ ബലമില്ല, ഫോഴ്സ് ഇല്ലെങ്കിൽ F=mg, ഫോഴ്സ് ഇല്ലെങ്കിൽ എന്തും ഇല്ല, ഭാരവും ഇല്ല, ഭാരമില്ലായ്മ. കാരണം എന്താവും? 0 ആകും. ഒരു വസ്തുവിന്റെ യഥാർത്ഥ ഭാരം അവിടെ ഉണ്ടെങ്കിലും താങ്ങി നിർത്താൻ ഒരു ബലം ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഭാരം അനുഭവപ്പെടാത്തത്. അപ്പൊ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ നമ്മുടെ ഗുരുത്വാകർഷണ ബലം അവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അവിടെ ആ വസ്തുവിന് ഭാരം ഉണ്ടാവും. ഈ ബലം ഇല്ല, താങ്ങി നിർത്താനുള്ള ഭൂഗുരുത്വ ബലം അങ്ങ് 0 പോയി. 0 പോകുമ്പോൾ ഈ വസ്തുവിന് എന്ത് സംഭവിക്കും? ഭാരമില്ലായ്മയായിട്ട് തോന്നും. ഓൾറെഡി അതിന് ഭാരം ഉണ്ട്, പക്ഷെ നമുക്ക് ഭാരം ഇല്ലായ്മയായിട്ട് തോന്നാൻ കാരണം എന്താണ്? ഇത് താങ്ങി നിർത്താനുള്ള ഭൂഗുരുത്വ ബലം എന്നില്ല, അവിടെ ഇല്ല. കാരണം F 0 ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ലംബബലം 0 ആകുന്ന സമയത്ത് അവിടെ താങ്ങി നിർത്താൻ ബലമില്ലാത്തതുകൊണ്ട് വസ്തുവിന് എന്ത് സംഭവിക്കും? ഭാരമില്ലായ്മ അവിടെ അനുഭവപ്പെടും. ഫ്രീ ഫോളിൽ, നിർബാധ പതനത്തിൽ എന്ത് സംഭവിക്കും? ആ ഭാരമില്ലായ്മ അനുഭവപ്പെടും. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു ഫ്രീ ഫോളും വീട്ടിൽ നമ്മുടെ എന്താണ് SCERT പറയുന്നത് കേട്ടോ. ബലമില്ലാതെ വരുമ്പോൾ ഭാരവുമില്ല. ഇനി 2 അഭികേന്ദ്ര ബലവും അപകേന്ദ്ര ബലവും. എന്താണ് ഈ അഭികേന്ദ്ര ബലം? ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് നമ്മുടെ ഗ്രഹങ്ങളും ഇതൊക്കെ ചുറ്റുന്നത് ഒരു സർക്കുലർ പാത്തിലാണ് അല്ലേ? അപ്പൊ അവിടെ അങ്ങനെ ചുറ്റാനായിട്ട് കൊടുക്കുന്നത് ഗുരുത്വാകർഷണ ബലമാണ്. അപ്പൊ ഇതിൽ തന്നെ ഈ ഒരു സർക്കുലർ പാത്തിൽ തന്നെ ചുറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു അഭികേന്ദ്ര ബലം കാരണമാണ്. ഒരു വസ്തു വൃത്തപാതയിൽ സഞ്ചരിക്കുമ്പോൾ ആ വൃത്തത്തിന്റെ കേന്ദ്രത്തിലേക്ക് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ബലത്തെ കേന്ദ്രത്തിലേക്ക്, ടുവേഴ്സ് ദ സെന്റർ, കേന്ദ്രത്തിന് ലക്ഷ്യമാക്കി, അതായത് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഗ്രഹങ്ങളുടെ കാര്യം തന്നെ നിങ്ങൾ ആലോചിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സൂര്യനും ഗ്രഹങ്ങളുടെയും കാര്യം നിങ്ങൾ ആലോചിക്കുക. എന്താണ്? അതിനെ ലക്ഷ്യമാക്കി, കേന്ദ്രത്തിനെ ലക്ഷ്യമാക്കി എന്താണ് പ്രവർത്തിക്കുന്ന ബലത്തെ നമ്മൾ അഭികേന്ദ്ര ബലം എന്ന് പറയും. ഈ ബലം പെട്ടെന്നില്ലാതായാൽ വസ്തു വൃത്തപാതയിൽ നിന്ന് മാറി ആ ബിന്ദുവിലെ സ്പർശരേഖയിലൂടെ നേർരേഖയിൽ സഞ്ചരിക്കുക. അതായത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെ കറങ്ങി ഈ ഒരു അഭികേന്ദ്ര ബലം സർക്കുലറിൽ ഇല്ലാതെ വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങ് പോകും. അതായത് ഈ ടാൻജന്റ് ആയിട്ടെന്ന് പറയും. നമ്മൾ ഇങ്ങനെ സർക്കിളിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്ന ടാൻജന്റ് എന്നല്ലേ പറയുന്നത്. അപ്പൊ ടാൻജന്റ് ആയിട്ട് ഇങ്ങനെ പോയിട്ട് അതെന്താവും? സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ പോകും. ഒരു കല്ല് നമ്മളിങ്ങനെ കറക്കി 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 പെട്ടെന്ന് ഇങ്ങനെ വിടുന്ന സമയത്ത് അത് എന്ത് ചെയ്യും? വീണ്ടും അത് റൗണ്ട് ആയിട്ടാണോ പോകുന്നത്? അല്ല, സ്ട്രെയിറ്റ് ആയിട്ട് പോകും അല്ലേ? അപ്പൊ അത്തരത്തില് ബലം ഇല്ലാതെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു സർക്കുലർ അഭികേന്ദ്ര ബലം ഇല്ലാതാവുമ്പോഴാണ് അത് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അത് എങ്ങനെയാ പോകുന്നത്? നേർരേഖയിലായിരിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ ചന്ദ്രൻ എന്താണ്? ഭൂമിയിലേക്ക് ചുറ്റും ഭ്രമണം ചെയ്യുന്നത്, ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനെ ചുറ്റുന്നത്, ഇതൊക്കെ എന്താണ്? ഒരു സർക്കുലർ ഓർബിറ്റിലാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ സർക്കുലർ ഓർബിറ്റിൽ തന്നെ പോകാൻ കാരണം എന്ത് ബലമാണ്? അഭികേന്ദ്ര ബലമാണ്. കാരണം സെന്ററിലോട്ട് ഇതിങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് ആ ഒരു സർക്കുലർ പാത്തിൽ തന്നെ പിടിച്ചു നിർത്തിയതിനെ ആ ഒരു സർക്കുലർ ഇതിൽ തന്നെ അത് എന്ത് ചെയ്യാണ്? ചുറ്റിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇനി അപകേന്ദ്ര ബലം. ഈ അപകേന്ദ്ര ബലം എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ സങ്കല്പിക്കുന്ന ഒരു ബലമാണ്. കാരണം ഇത് എങ്ങോട്ടാണ്? ഒരു വൃത്തപാതയിൽ സഞ്ചരിച്ചിരിക്കുന്ന വസ്തുവിന്റെ വൃത്തത്തിന്റെ കേന്ദ്രത്തിന് പുറത്ത്, ഔട്ട്വേർഡ്സ്, പുറത്തേക്കാണ് അനുഭവപ്പെടുന്നത്. മറ്റത് സെന്റർ ആണെങ്കിൽ ഇതെന്താണ്? ഔട്ട്വേർഡ്സ്, പുറത്തേക്കാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഇതൊരു എന്തല്ല, യഥാർത്ഥ ബലമല്ല, ഇതൊരു സീഡോ ഫോഴ്സ് അല്ലെങ്കിൽ ഫിക്ഷണസ് ഫോഴ്സ് ആണ്. അതേ ആ യഥാർത്ഥ ബലമാണ്. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ ജഡത്വം കാരണമാണ്. കാരണം ജഡത്വം നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു വളവൊക്കെ പോകുന്ന സമയത്ത്, സർക്കുലർ പാത്ത് ഇങ്ങനെ കർവിൽ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ വളഞ്ഞു പോകും. അത് കേന്ദ്രത്തിലോട്ടാണോ പോകുന്നത്? അല്ല, നമ്മൾ എന്താണ്? നമ്മൾ പുറത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ പോകുന്നത് അല്ലേ? അപ്പം അവിടെ ഓൾറെഡി ജഡത്വം ഉള്ളതുകൊണ്ടാണ്. നമുക്ക് അങ്ങനെ ഒരു റെസിസ്റ്റൻസ് പവർ ഇല്ലാത്തതാണല്ലോ ജഡത്വം. അങ്ങനെ നമുക്ക് കഴിവില്ലായ്മയെ നമ്മൾ ജഡത്വം എന്ന് പറയുമോ എന്നൊക്കെ നമ്മൾ പഠിച്ചു. അത്തരത്തില് ജഡത്വം കാരണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ പുറത്തേക്ക് എന്ത് ചെയ്യുന്നത്? അവിടെ ഒരു അപകേന്ദ്ര ബലം സംഭവിച്ചത്. അപ്പൊ ജഡത്വം കാരണമാണ് എന്ത് ചെയ്യുന്നത്? ഈ ബലം
സംഭവിക്കുന്നത്. പിന്നെ നമ്മുടെ അപ്പോൾ അപകേന്ദ്ര ബലം അഭികേന്ദ്ര ബലം അതാണ്. ഇനി നമ്മുടെ SCERT ഒരു പോയിന്റ് പറയുന്നുണ്ട്, അതൊന്ന് നോക്കിക്കോ. ഒരു വസ്തുവിന്റെ സഞ്ചാരപാത പൂർണ്ണവൃത്തമല്ലെങ്കിലും ഒരു സർക്കിൾ അല്ല, ഒരു സർക്കിൾ അല്ല, അതൊരു സെമി സർക്കിൾ, അതിനെ നമ്മൾ ആർക്ക് എന്ന് പറയും. ഓക്കെ, ആർക്ക് അല്ലെങ്കിൽ ചാപം എന്ന് മലയാളത്തിൽ പറയും. മാത്രമാണെങ്കിലും ഒരു ഭാഗം, വൃത്തത്തിന്റെ ഒരു ഭാഗം മാത്രമാണെങ്കിലും അതിനെ വൃത്തപാതയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കണക്കാക്കാൻ പറ്റും. അതിനാലാണ് വളവുകൾ തിരിയുന്ന സന്ദർഭങ്ങളിൽ വാഹനം വൃത്തപാതയിലാണെന്ന് പറയുന്നത്. അപ്പം വാഹനങ്ങൾ തിരിയുന്ന സമയത്ത് അതൊരു ഫുൾ സർക്കുലർ ഇതല്ല, പക്ഷെ അത് എന്താണ്, ഇങ്ങനെ വളവ് ഇങ്ങനെയല്ലേ വളഞ്ഞിരിക്കുന്നത്, പക്ഷെ അതിനെന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, വൃത്തപാതയിൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ പുറത്തേക്ക് ഇങ്ങനെ ജഡത്വം കാരണം പോകുന്നു. അപ്പോൾ അത് എന്തിലാണ് നമ്മൾ സങ്കല്പിക്കുന്നത്, നമ്മൾ പറയുന്നത് വൃത്തപാതയിൽ തന്നെയാണ് അല്ലേ. കാരണം വൃത്തത്തിന്റെ ഒരു ഭാഗമാണെങ്കിലും നമ്മൾ അതിനെ വൃത്തപാത എന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും, പറയേണ്ടി വരും. അപ്പോൾ അതങ്ങനെ ഒരു പോയിന്റ്, ഒരു ജസ്റ്റ് അവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട് SCERT, അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ. അപ്പം ഞാനിത് ക്ലാസ് 9 ചാപ്റ്റർ 4 ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് റെഫറൻസ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ചാപ്റ്ററിൽ ഇതെല്ലാം പറയുന്നുണ്ട്. ആ ചാപ്റ്റർ നിങ്ങൾ പറ്റുവാണെങ്കിൽ ആ ചാപ്റ്റർ ഒന്ന് മൊത്തത്തിൽ വായിക്കുക. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.